ഏതാനും ദിവസം മുമ്പ് ഞങ്ങളുടെ തൃശ്ശൂർ ലൂർദ് ഇടവകയിൽ ഒരു അപൂർവമായ ആഘോഷം നടന്നു. ആഘോഷം 4 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. ഒന്ന്, ഒരു അധ്യാപകൻ്റെ 90-ാം ജന്മദിനം. 2, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ 84-ാം ജന്മദിനം. 3, അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ വൈദികനായിട്ട് 25 വർഷം തികയുന്ന സിൽവർ ജൂബിലി എന്ന് നമ്മൾ വിളിക്കുന്നത്. 4, ആ വൈദികൻ ബിഷപ്പായിട്ട് 1 കൊല്ലം തികയുന്ന ആഘോഷം. ഇങ്ങനെ 4 ആഘോഷങ്ങളാണ്. ഒന്നൊരു നവതി, ഒന്ന് ഒരു ശതാഭിഷേകം, നമ്മുടെ ഭാരതീയ ഭാഷയിൽ ശതാഭിഷേകം എന്ന് പറയും. 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണാനുള്ള ഭാഗ്യം തികഞ്ഞ കൊല്ലം. വൈദികനായിട്ട് 25 വർഷം തികയ്ക്കുക, ബിഷപ്പായിട്ട് 1 കൊല്ലം തികയ്ക്കുക. ഈ കഥാപാത്രം ആരാണ് എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. കേരളത്തിലെ കത്തോലിക്കരൊക്കെ അറിയുന്ന ഒരു പേരാണ്. പ്രൊഫസർ N.A. ഔസേപ്പ് എന്ന് പറയും. സെൻറ് തോമസ് കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഷെവലിയർ സ്ഥാനം കിട്ടി. ഷെവലിയർ N.A. ഔസേപ്പ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി ടീച്ചർ, അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ടോണി പിതാവ്. ഈ ആഘോഷത്തോടനുബന്ധിച്ച് ദൈവബലിക്ക് ശേഷം ഒരു അനുമോദന യോഗം ചേർന്നു. അതിൽ ആൻഡ്രൂസ് താഴത്ത പിതാവ് ഒരു സന്ദേശം നൽകി. ആ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം മാതാപിതാക്കളുടെ ട്രെയിനിങ്ങാണ് മക്കളെ വളർത്തുന്നതിൻ്റെ, അവർ വളർന്നു വരുന്നതിൻ്റെ കാരണം എന്നായിരുന്നു ആ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം. ഔസേപ്പ് മാഷ്ക്ക് 5 മക്കളാണ്. 5 മക്കൾ. മൂത്ത ആൾ മെത്രാനായി. ബാക്കി എല്ലാവരും തന്നെ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്നവരായി മാറി. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം ഔസേപ്പ് മാഷുടെയും മേരി ടീച്ചറുടെയും ആധ്യാത്മികതയും അവർ ഈ മക്കൾക്ക് കൊടുത്ത ട്രെയിനിങ്ങുമാണ് എന്നാണ് ഞങ്ങളുടെ വലിയ പിതാവ് സ്ഥാപിച്ചത്. അദ്ദേഹം ഇത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ദൈവവചനം തമ്പുരാൻ തരികയുണ്ടായി. അത് മത്തായി 12:34. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത് എന്നുള്ള തിരുവചനം. ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം കുട്ടികളോടുമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഹൃദയം ദൈവവചനം കൊണ്ട് നിറയ്ക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. അധരം സംസാരിക്കുക മാത്രമല്ല, കൈകൾ പ്രവർത്തിക്കുകയും കാലുകൾ ചരിക്കുകയും ഹൃദയം തുടിക്കുകയും ശ്വാസകോശം പ്രവർത്തിക്കുകയും ശരീരത്തിലെ ഓരോ കോശവും വേണ്ട പോലെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് എന്ന് ഞാൻ സ്ഥാപിക്കാറുണ്ട്. പിതാവിൻ്റെ ഈ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് ഇതിനോട് കൂട്ടിച്ചേർത്ത് ഒരു കാര്യം കൂടിയും തമ്പുരാൻ ഇങ്ങനെ തരികയുണ്ടായി. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല. മാതാപിതാക്കളുടെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് മക്കൾ ജനിക്കുകയും അവർ വളരുകയും അവർ വലുതാവുകയും അവർ ഉന്നത സ്ഥാനങ്ങളിലെത്തുകയും അവർ മാതാപിതാക്കൾക്ക് മഹത്വം അണിയിക്കുകയും ചെയ്യുന്നു. ഈ വചനമാണ് എൻ്റെ മനസ്സിലേക്ക്
തമ്പുരാൻ തന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ആശയവും കൂടി തമ്പുരാൻ തരുകയുണ്ടായി. അത് വേറൊന്നും, ഞാനൊരു അധ്യാപകനായതുകൊണ്ടും ഒരുപാട് അധ്യാപകരുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടും ഒക്കെ ആയിരിക്കാം. അധ്യാപകരുടെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് വിദ്യാർത്ഥികൾ ജനിക്കുന്നു, അവർ വളരുന്നു, അവർ വലുതാവുന്നു, അവർ വിജയം നേടുന്നു, അവർ അധ്യാപകർക്കും സ്ഥാപനത്തിനും മാതാപിതാക്കൾക്കുമൊക്കെ മഹത്വം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് ആശയങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ഇത് ഒന്ന് വിപുലീകരിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഔസഫ് മാഷയുടെ കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തെ അറിയാൻ കാരണം അദ്ദേഹം സെൻറ് തോമസ് കോളേജിൽ അധ്യാപകനായിരുന്നു. വളരെ കാലം കൂടെ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയുമൊക്കെ എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ എപ്പോഴും ഒരു നല്ല ആശയം, ദൈവോന്മുഖമായ ഒരു ആശയം ഉണ്ടായിരിക്കും. ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്, ഏത് വിഷയം ഏത് ലെസൺ പഠിപ്പിക്കുകയാണെങ്കിലും 1 മണിക്കൂർ ക്ലാസ് കഴിയുമ്പോഴേക്കും ആ കുട്ടികളിലേക്ക് ദൈവോന്മുഖരാകാനുള്ള ഒരു പ്രേരണ അദ്ദേഹം കൊടുത്തിട്ടുണ്ടാവും. അത് വലിയൊരു കാര്യമാണ്. ഇന്ന് അത് നടക്കുന്നില്ല. ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് അത് ലഭിച്ചിരുന്നു. ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് അത് ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഏറെ പരിതാപകരമായൊരു കാര്യം. അത് ഒരു സ്കൂളിൽ നടത്താൻ പറ്റുമോ? പണ്ടൊക്കെ എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ് ഒരു കാറ്റഗിസം ക്ലാസ് ഉണ്ടാകുമായിരുന്നു. ഇന്ന് അതൊന്നും നടത്താൻ നമുക്ക് പറ്റില്ല. ഏത് സ്കൂളായാലും അതൊന്നും നടത്താനായിട്ട് പറ്റുകയില്ല. പക്ഷേ ഓരോ അധ്യാപകനും ആ അധ്യാപകൻ്റെ ക്ലാസ്സിൽ കുട്ടികളെ ദൈവോന്മുഖരാക്കാനായിട്ട് സാധിക്കും. ഓരോ അധ്യാപകനും സാധിക്കും. അതിൽ അധ്യാപകർ നിഷ്കർഷ വെച്ചാൽ തീർച്ചയായിട്ടും ആ കുട്ടികളുടെ പഠനം തടസ്സം കൂടാതെ മുന്നോട്ട് പോകും. അധ്യാപനം എന്ന് പറയുന്നത് ഒരു ദൈവവിളി തന്നെയാണ്. എന്തിലേക്കുള്ള ദൈവവിളിയാണ്? വിദ്യാർത്ഥികളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ദൈവവിളിയാണ്. ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്ന് പറയുമ്പോൾ അവരെ അച്ഛന്മാരും കന്യാസ്ത്രീമാരും ആക്കുക എന്നുള്ളതല്ല. എല്ലാ അറിവും വരുന്നത് ദൈവത്തിൽ നിന്നാണ് എന്നുള്ള ആ ഒരു തത്വം, ആ ഒരു സത്യം, അത് ഈ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക. എല്ലാ അറിവും വരുന്നത് ദൈവം ഈ സൃഷ്ട വസ്തുക്കളെ സൃഷ്ടിച്ചപ്പോൾ ഓരോന്നിൻ്റെ ഉള്ളിൽ കുറേ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ രഹസ്യങ്ങളിൽ പെട്ടതാണ് നമ്മൾ പഠിക്കുന്ന ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സും എല്ലാം അതിലുള്ള രഹസ്യങ്ങളാണ്. ഈ രഹസ്യങ്ങളെ അന്വേഷിക്കലാണല്ലോ ഒരു വിദ്യാർത്ഥി ചെയ്യുന്നത്. ഭാരതത്തിലെ വിദ്യാർത്ഥിക്ക് ഒരു പര്യായമുണ്ട്, ബ്രഹ്മചാരി എന്നാണ്. ബ്രഹ്മത്തിലേക്ക് ചരിക്കുന്നവനാണ് ബ്രഹ്മചാരി. വിദ്യാർത്ഥിയുടെ പര്യായമാണ്. എല്ലാ മതഗ്രന്ഥങ്ങളിലും ദൈവോന്മുഖരാകുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനത്തിൻ്റെ ആരംഭം ദൈവഭയം എന്നാണ് ബൈബിളിൽ പറയുന്നത്. ദൈവോന്മുഖരാകുക. അപ്പോൾ പഠനത്തിനുള്ള തടസ്സങ്ങളൊക്കെ മാറും. ഔസഫ് മാഷ് ചെയ്തിരുന്നത് കുഞ്ഞുങ്ങളെയൊക്കെ ദൈവോന്മുഖരാക്കുക എന്നുള്ളതാണ്.
അദ്ദേഹവും ഭാര്യയും ദൈവോന്മുഖരായിരുന്നു. അതോടൊപ്പം തങ്ങൾക്ക് ലഭിച്ച മക്കളെ ദൈവോന്മുഖരാക്കി വളർത്തി എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്ന എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ മക്കൾ മഹത്വം ഉണ്ടാക്കിത്തരും. അവരൊക്കെ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തും. ഉയർന്ന ഉദ്യോഗങ്ങളിൽ തന്നെ ആവണമെന്നില്ല, ഉയർന്ന ശുശ്രൂഷകളിൽ ഒക്കെ എത്തിച്ചേരും. ഇതിനോട് ചേർത്ത് ഒരു ദൈവവചനവും കൂടിയും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മത്തായി 6:33. നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് അതിനോട് ചേർത്ത് നൽകപ്പെടുമെന്ന്. ഔസേപ്പ് മാഷയുടെ ജീവിതം ഞാൻ അടുത്ത് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം കോളേജിലായിരുന്ന ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ സമയം അധികവും ഉപയോഗിച്ചിരുന്നത് സഭയ്ക്ക് വേണ്ടി പൊരുതാനാണ്, ദൈവരാജ്യത്തിന് വേണ്ടി പൊരുതാനാണ്. കേരളത്തിലുടനീളം പ്രസംഗങ്ങൾ ചെയ്യുകയും സഭയുടെ തത്വങ്ങൾ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള, ദൈവവചനം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഇന്ന് അങ്ങനെയുള്ളവർ ഒരുപാട് പേരുണ്ട് ശുശ്രൂഷകരായിട്ട്. അന്ന് അതില്ലായിരുന്നു. ഇതിൻ്റെ പയനിയറായിരുന്നു അദ്ദേഹം. പയനിയർ. ചങ്കൂറ്റത്തോടുകൂടി ധൈര്യത്തോടുകൂടി ആ ജോലി ഏറ്റെടുത്ത്, ആരും ഏൽപ്പിച്ചതൊന്നുമല്ല, അദ്ദേഹം സ്വയമായി ഏറ്റെടുത്ത് ചെയ്ത ഒരു കാര്യം. അങ്ങനെ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും പ്രസംഗിക്കുകയും ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങൾ തന്നെ ലഭിക്കുകയുണ്ടായി. 5 മക്കളുണ്ടാകുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു കാര്യമാണ്. ആദ്യത്തെ ഏതാനും വർഷം അവർക്ക് മക്കളില്ലായിരുന്നു എന്നും ഞങ്ങൾ ഓർക്കുന്നുണ്ട്. മക്കൾ വലിയൊരു സമ്പത്താണ്. നമ്മൾ കാണുന്ന ഈ സ്ഥാവര ജംഗമ സ്വത്തുക്കളും ബാങ്ക് ബാലൻസ് മാത്രമൊന്നും അല്ല സമ്പത്ത്. ഏറ്റവും വലിയ സമ്പത്ത് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മക്കളാണെന്ന് തന്നെ ഞാൻ പറയും. ഏറ്റവും വലിയ സമ്പത്ത് മക്കളാണ്. അബ്ദുൽ കലാമിൻ്റെ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും സ്വത്തുണ്ടായിരുന്നില്ല. ഇനി എത്ര ഏക്കർ സ്വത്തുണ്ടോ, എത്ര കോടി രൂപ കയ്യിലുണ്ടോ, അതിനേക്കാളൊക്കെ വിലപ്പെട്ടതല്ലേ ഇന്ത്യയുടെ പ്രസിഡൻ്റായി തീർന്ന അബ്ദുൽ കലാം എന്ന് പറയുന്ന മകൻ. ഞാൻ നിങ്ങളോട് പറയും, ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സമ്പത്ത് അവരുടെ മക്കളാണ്. നിങ്ങൾക്ക് കുറച്ച് ഭൂസ്വത്തുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭൂസ്വത്ത് വേലി കെട്ടി അല്ലെങ്കിൽ മതിൽ കെട്ടി നല്ല ശ്രദ്ധയോടുകൂടി നോക്കിക്കൊണ്ട് നടക്കും. കാരണം നിങ്ങളുടെ വിചാരം ഈ ലൗകിക സ്വത്താണ് ഏറ്റവും വലുതെന്നുള്ളതാണ്. എന്നാൽ അത്രയും ശ്രദ്ധ നമുക്കുണ്ടാകുന്ന മക്കൾക്ക് കൊടുക്കുന്നില്ല. അവരുടെ പഠനത്തിന് അവർക്ക് വേണ്ട വിധത്തിലുള്ള ട്രെയിനിങ്ങുകൾ കിട്ടാൻ അത്രയും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. പലരും ചെയ്യുന്നില്ല. നിങ്ങളിൽ കുറച്ച് സ്വർണം ഉണ്ടെങ്കിൽ നിങ്ങളത് എത്ര ശ്രദ്ധയോടുകൂടി നോക്കും, കള്ളം കൊണ്ടുപോകാണ്ട്. എന്നാൽ മക്കളാകുന്ന ഈ വലിയ സമ്പത്ത്, ആ മക്കളെ, ആ വലിയ സമ്പത്തിനെ മറ്റുള്ളവർ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാതെ, തെറ്റായ വഴിയിൽ നയിച്ചു കൊണ്ടുപോകാതിരിക്കാൻ നമ്മൾ എത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. വളരെ കുറച്ച് പേര് മാത്രമേ ആ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുള്ളൂ. അല്ലാത്തവരൊക്കെ കുട്ടികളെ യഥേഷ്ടം വളരാനാണ് അനുവദിക്കുന്നത്. കുട്ടികളെ യഥേഷ്ടം വളരാൻ അനുവദിക്കുകയല്ല വേണ്ടത്. കുഞ്ഞുങ്ങളെ
ദൈവേഷ്ടമനുസരിച്ച് വളരാനായിട്ട് അനുവദിക്കണം. അതാണ് എൻ്റെ വ്യത്യാസം. കുഞ്ഞുങ്ങളെ ദൈവേഷ്ടമനുസരിച്ച് വളർത്തുവാനായിട്ട് മാതാപിതാക്കൾ ശ്രമിക്കണം. അവിടെ ആ ശ്രമം ഇന്ന് തീരെ ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. മറിച്ച് യഥേഷ്ടം വളരാനായിട്ട് വിടുകയാണ്. യഥേഷ്ടം വളരാനായിട്ട് വിടുന്നത് പശുക്കുട്ടികളെയും ആട്ടിൻകുട്ടികളെയും ഒക്കെയാണ്. അവയെപ്പോലും യഥേഷ്ടം വളരാനായിട്ട് അനുവദിക്കുന്നില്ല. വൈകുന്നേരമാവുമ്പോൾ അവയെ തൊഴുത്തിലേക്ക് കൊണ്ടുവരുന്നു, കൂട്ടിലേക്ക് കൊണ്ടുവരുന്നു. കോഴികളെപ്പോലും അഴിച്ചു വിടുന്നുവെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ അവ മുളയുന്നുണ്ടോ എന്നൊക്കെയെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ശ്രദ്ധ പോലും കൊടുക്കാത്ത ഒരുപാട് മാതാപിതാക്കളുണ്ട്. ഞാനിങ്ങനെ ഹോസ്റ്റലുകളിലൊക്കെ വിസിറ്റ് ചെയ്ത് രാത്രി ചിലപ്പോൾ 10 മണിക്കൊക്കെ ഇങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും പല ജംഗ്ഷനുകളിലും 3-4 ആൾക്കാർ 3 മോട്ടോർ സൈക്കിളൊക്കെ അങ്ങനെ കൂട്ടി വെച്ച് നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, നിൽക്കുന്നത് കാണാം. അപ്പം ഞാൻ ചിന്തിക്കും, ഈ മക്കളുടെ വീട്ടിൽ ഇവരന്വേഷിക്കുന്നുണ്ടാവില്ലേ? പലപ്പോഴും അവരന്വേഷിച്ചാലും ഇവരൊന്നും അവർക്ക് വഴങ്ങില്ല. അതിന് കാരണം ചെറുപ്പത്തിലെ അവരെ വേണ്ടതുപോലെ ദൈവേഷ്ടമനുസരിച്ച് വളർത്താത്തതാണ്. ചെറുപ്പത്തിലെ യഥേഷ്ടം വളരാൻ, തന്നിഷ്ടം പോലെ വളരാൻ അനുവദിച്ചത് കൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് പിടിച്ചാൽ കിട്ടാതെ പോകുന്നത്. ഇനി ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ സ്വഭാവത്തിൻ്റെ അടിത്തറ പാകുന്നത് അവർ ജനിച്ചതിന് ശേഷമല്ല. അവർ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴാണ്. പല മക്കളും ഉദരത്തിൽ നിന്നാണ് ജനിക്കുന്നത്, അവർ ഹൃദയത്തിൽ നിന്നല്ല ജനിക്കുന്നത്. അതാണ് ഈ വ്യത്യാസത്തിൻ്റെ കാരണം. മക്കളൊക്കെ ഉദരത്തിൽ നിന്നല്ല ജനിക്കേണ്ടത്, ഹൃദയത്തിൽ നിന്ന്, മാതാപിതാക്കളുടെ ഹൃദയത്തിൽ നിന്ന് ജനിക്കണം. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ കൊണ്ട്, ആ കുഞ്ഞുങ്ങൾ വലിയ സമ്പത്തായി തീരും. അവരെ കൊണ്ട് മാതാപിതാക്കൾക്ക് ഒരു ദോഷവും സംഭവിക്കുകയില്ല. ഇത്രയും ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സന്ദേശം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു. ഒരു അധ്യാപകൻ വാസ്തവത്തിൽ ഒരു അപ്പനാണ്, ഒരു അധ്യാപിക ഒരു അമ്മയാണ്. ആ അപ്പനും അമ്മയും എപ്പോഴാണ് ഇവരെ മക്കളായിട്ട് ഏറ്റെടുക്കുന്നത്? കുഞ്ഞുങ്ങൾ സ്കൂളിൽ ചേരുമ്പോൾ. ഇപ്പോൾ വിദ്യാർത്ഥി ജനിക്കുന്നത് സ്കൂളിൽ ചേരുമ്പോഴല്ല, അധ്യാപകൻ്റെ ഹൃദയത്തിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൻ്റെയും അമ്മയുടെയും ഹൃദയത്തിൽ നിന്ന് ഒരു മകൻ ജനിക്കുന്നത് പോലെ അധ്യാപകൻ്റെയും ഹൃദയത്തിൽ നിന്ന് ഒരു വിദ്യാർത്ഥി ജനിക്കുന്നു. വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ വിദ്യ അർത്ഥിക്കുന്നവനാണ്. അർത്ഥിക്കുക എന്ന് വെച്ചാൽ യാചിക്കുക എന്നാണ്. വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി യാചകനാണ്. ആ മനോഭാവം, യാചകൻ്റെ മനോഭാവമാണ് ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകേണ്ടത്. യാചകൻ്റെ മനോഭാവം എന്താണ്? കിട്ടണം എന്നുള്ളതാണ് യാചകൻ്റെ മനോഭാവം. ഒരു വിദ്യാർത്ഥിയുടെ മനോഭാവം എന്തായിരിക്കണം? അധ്യാപകനിൽ നിന്ന് കിട്ടണം, അടി കിട്ടണം എന്നല്ല, ആശയങ്ങൾ ഇനിയും കിട്ടണം. അങ്ങനെ ഒരു ചിന്താഗതി വളർത്തിയെടുക്കുന്നത് അധ്യാപകനാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, വിദ്യാർത്ഥി ജനിക്കുന്നത് അധ്യാപകൻ്റെ ഹൃദയത്തിലായിരിക്കണമെന്ന്. ആ വിദ്യാർത്ഥിക്ക് ആവശ്യമായതെല്ലാം ആ അധ്യാപിക അവരുടെ ഹൃദയത്തിൽ സംഭരിക്കും. തലയിൽ മാത്രമല്ല സംഭരിക്കേണ്ടത്. ഒരു അധ്യാപകൻ രണ്ട് തലത്തിൽ സംഭരിക്കണം. ഒന്ന് ബുദ്ധിയുടെ തലത്തിൽ, അവന് വേണ്ട അറിവ് മുഴുവൻ പകർന്നു കൊടുക്കാൻ വേണ്ട
അത്രയും സോഴ്സ് എൻ്റെ കയ്യിലുണ്ടാവണം. ബുദ്ധിയുടെ തലത്തിൽ വിദ്യാർത്ഥിക്ക് എത്രമാത്രം ആവശ്യമുണ്ടോ അതിലധികമായി അവൻ അവിടെ ശേഖരിക്കും. രണ്ടാമത് അവന് ഈ വിദ്യാർത്ഥിക്ക് വേണ്ട എല്ലാ നന്മകളും അധ്യാപകനിൽ അവൻ്റെ ഹൃദയത്തിൽ ശേഖരിക്കും. പലപ്പോഴും അധ്യാപകർ ചെയ്യുന്നത് അവരുടെ ജോലികളെല്ലാം കഴിഞ്ഞിട്ടാണ്, എല്ലാ ജോലികളും കഴിഞ്ഞ് അധ്യാപനം ഒരു സൈഡ് ബിസിനസ്, ബാക്കി കാര്യങ്ങളൊക്കെയാണ്. പല അധ്യാപകർക്കും എന്തൊക്കെ ബിസിനസ്സുകളാണ്. അധ്യാപനം തന്നെ ഒരു നല്ല പണ്ട് കാലത്ത് അധ്യാപകന് ശമ്പളമൊക്കെ വളരെ കുറവായിരുന്നു. ഞാൻ 80 രൂപയ്ക്ക് ജോലി ചെയ്തിട്ടുണ്ട്. 1960 ജൂലൈ മാസത്തിൽ 4-ാം തീയതിയാണ് ചേർന്നത്. ആ മാസത്തിൽ 80 രൂപയിൽ നിന്ന് 20 പൈസ സ്റ്റാമ്പിൻ്റെയും കഴിച്ച് ബാക്കി 3 ദിവസം ശമ്പളം കഴിച്ച് ബാക്കിയുള്ളതാണ് ഞാൻ ആദ്യമായി ശമ്പളം വാങ്ങിയത് കയ്യിൽ. ഇന്നങ്ങനെയല്ല, അധ്യാപകന് കൈ നിറയെ ശമ്പളമാണ്. അത് ആവശ്യവുമാണ്. കാരണം അധ്യാപകൻ സ്വയം പര്യാപ്തതയുള്ളവനായിരിക്കണം. എങ്കിൽ മാത്രമേ അവന് അധ്യാപനത്തിൽ മാത്രം തൻ്റെ ശ്രദ്ധ ഊന്നി നിർത്താനായിട്ട് കഴിയുകയുള്ളൂ. ആ വിദ്യാർത്ഥിക്ക്, തന്നെ ഏൽപ്പിച്ച വിദ്യാർത്ഥിക്ക് വേണ്ടി ആവശ്യമുള്ള ബുദ്ധിതലത്തിലും മാനസിക തലത്തിലും ആവശ്യമുള്ളതെല്ലാം ശേഖരിച്ച് ആണ് അവൻ ക്ലാസ്സിലേക്ക് പോവുക. ആ അധ്യാപകനെ കാണുമ്പോൾ, ആ അധ്യാപകനെ കേൾക്കുമ്പോൾ, ആ അധ്യാപകനൊന്ന് സ്പർശിക്കുമ്പോൾ ആ വിദ്യാർത്ഥിയിൽ നിറവുണ്ടാവും. ബുദ്ധിയിലും മനസ്സിലും നിറവുണ്ടാവും, ഹൃദയത്തിലും നിറവുണ്ടാവും. ഭാരതീയ ചിന്തയിൽ അധ്യാപകനെ കുറിച്ച് പറയുന്നതുണ്ട്. യോഗവാസിഷ്ടം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. 18,000 ശ്ലോകമാണ് അതിലുള്ളത്. അതിൽ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ്: ദർശനാഥ്, ദർശനം കൊണ്ട്; സ്പർശനാഥ്, സ്പർശനം കൊണ്ട്; ശബ്ദാത്, ശബ്ദം കൊണ്ട്; കൃപയാ, കൃപയോടുകൂടി; ജനിയിദ്ദേ ശിഷ്യഗേഹകേ, ജനിപ്പിക്കുന്നു; ജനിയിദ്ദേ, ജനിപ്പിക്കുന്നു; ശിഷ്യഗേഹകേ, ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ. എന്ത്? സമാവേശം, ആവേശം, പഠിക്കാൻ, അറിയാൻ, പരീക്ഷ എഴുതാൻ ഒക്കെയുള്ള ആ ആവേശം. സമരാവേശമല്ല, സമാവേശം, നല്ല ആവേശം. എന്തിനൊക്കെ? പഠിക്കാൻ, അറിയാൻ, ഉയരാൻ, നന്മ ചെയ്യാൻ ഒക്കെ ഉള്ള ആവേശം ജനിപ്പിക്കുക. അവനാണ് യഥാർത്ഥ അധ്യാപകൻ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്, അധ്യാപകൻ്റെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് വിദ്യാർത്ഥി ജനിക്കുന്നത്. അവൻ വളരുന്നത്, അവൻ വലുതാവുന്നത്, അവൻ ലോകത്തിന് തന്നെ മഹത്വം ഉണ്ടാക്കുന്നത്. ദൈവം നമ്മളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു.